സർക്കാരിന് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. അധ്യാപക നിയമനത്തിൽ സഭയ്ക്ക് അർഹിക്കുന്ന അവകാശം കിട്ടണം. വിമോചന സമരം ഓർമ്മിപ്പിച്ചാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വാക്കുകൾ. സ്കൂൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തലകുത്തി വീഴുകയായിരുന്നു. മറ്റുള്ളവർക്ക് കൊടുത്തത് കത്തോലിക്കർക്കും കിട്ടണം. അവഗണന തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള ബോധം 50 ലക്ഷം വരുന്ന സഭാംഗങ്ങൾക്കുണ്ടെന്നും പിടിച്ചു വാങ്ങാനുള്ള ശക്തി കത്തോലിക്കർക്ക് ഇല്ലെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയെന്നുമായിരുന്നു റാഫേൽ തട്ടിലിന്റെ വാക്ക്. കത്തോലിക്കരെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ്. പക്ഷെ ആ കവിത പാലായിൽ വരുമ്പോൾ ഞാൻ പറയാൻ നമ്മുടെ സമുദായത്തെക്കുറിച്ച് എഴുതിയൊരു കവിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞിന് മാഷിനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാഷ് നല്ല ഈണത്തിൽ പാടാവുന്ന വരികളിലാണല്ലോ മാഷ് എഴുതിയിരിക്കുന്നത്. അപ്പം എന്നോട് മാഷ് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ഇഷ്ടക്കാരനാണ്. ക്രിസ്ത്യാനികളുടെ സ്ഥിതിയെക്കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ ആ കവിതയിൽ എഴുതിയിരിക്കുന്നത്. ആ കവിത ഇങ്ങനെയാണ്: ഒന്നെന്നെഴുതാൻ ശരിയേണ്ട ഇടതോട്ട്, ശരിയേണ്ട വലതോട്ട്, ചെറിയൊരു കുറിയൊരു നേർവര മാത്രം. ഒന്നായാൽ നന്നായി, നന്നായാൽ. പാട്ടിൻ്റെ അർത്ഥം മനോഹരമാണ്. ഒന്നെന്നെഴുതാൻ ശരിയേണ്ട ഇടതോട്ട്, ശരിയേണ്ട വലതോട്ട്, ചെറിയൊരു കുറിയൊരു നേർവര മാത്രം. നമ്മുടെ കാലുമ നിന്നുകൊണ്ട് നമുക്ക് പോരാടാം. ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് നിലയ്ക്ക് കൊടുക്ക് നൽകാവുന്ന ഏക വാഗ്ദാനം എന്നറിയാമോ? ഈ കാര്യത്തിൽ നിങ്ങളെടുക്കുന്ന എല്ലാ നിലപാടുകളുടെയും മുമ്പിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ജാഥയെ കാസർഗോഡ് നിന്ന് ഇവിടത്തോളം സ്വീകരിച്ച നമ്മുടെ ജനം, ഇനി തിരുവനന്തപുരത്തേക്കുള്ള തുടർ ജാഥയെ സ്വീകരിക്കുന്ന ജനം, അവരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ സങ്കടത്തിൻ്റെ ഒരു വലിയ പ്രസവ വേദനയാണ് ഈ ജാഥ. ഇത് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേക്കും നല്ല മുഴുത്തൊരു ആൺകുച്ചിനെ നിങ്ങൾ പ്രസവിക്കും. കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥ പാലായിൽ എത്തിയപ്പോഴായിരുന്നു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ ഈ മുന്നറിയിപ്പ്. സർക്കാർ നൽകുന്ന മുന്നറിയിപ്പാണ്. കത്തോലിക്കരെ അവഗണിച്ചാൽ സർക്കാർ അനുഭവിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണമാണ്. ജി ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് പ്രധാനമായിട്ടും സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി ആണല്ലോ. ഇക്കാര്യത്തിൽ നീതി നൽകുന്നില്ല സർക്കാർ എന്നുള്ള ഒരു പരാമർശമാണല്ലോ അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിമോചന സമരം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മഞ്ജുഷ, തീർച്ചയായും അതാണ് വിമോചന സമരം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ സിറോ മലബാർ സഭയുടെ കേരളത്തിലെ അധിപൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസംഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തലകുത്തി വീണത് സ്കൂളുകൾ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴും നടക്കുന്നത് ഫലത്തിൽ സമാനമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് അധ്യാപന നിയമനത്തിൽ അതിൽ സർക്കാർ അനുകൂല നിലപാട് എടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഓർഡറാക്കിയ നടപ്പാക്കാതെ ഫലത്തിൽ മാറുന്ന സ്ഥിതിയിലേക്ക് അനുവദിക്കുന്നില്ല സഭ എന്നുള്ളതാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വന്ന് പറഞ്ഞതാണ് കോടതിയിൽ സർക്കാർ സഭയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന്. അതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനത്തെത്തി തറയിൽ പിതാവിനെ സന്ദർശിക്കുകയും ചർച്ചയ്ക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം 13-ാം തീയതി ചർച്ച നടന്നു. പക്ഷെ ആ ചർച്ചയിൽ മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചത് താൻ കോടതിയിൽ ഇതിനെ എതിർക്കില്ല, അനുകൂലിക്കുമെന്നല്ല, എതിർക്കില്ല എന്ന നിലപാട് മാത്രമാണ് എടുത്തത് എന്നാണ് പിന്നീട് പാലാ രൂപത ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് ശേഷം കത്തോലിക്ക സഭയുടെ PR ഉൾപ്പെടെ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പിലോ ഒന്നും തന്നെ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നില്ല എന്നത് വേണം റാഫേൽ തട്ടിൽ പിതാവിന്റെ തീവ്ര പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ. അത് നടപ്പാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മാറി വോട്ട് കുത്തും എന്ന് തന്നെ തുറന്നു പറയും. ഏത് വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിലെത്തി. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച ശേഷമായിരിക്കും ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് പോവുക. അല്പസമയത്തിനകം രാഷ്ട്രപതി സന്നിധാനത്തേക്കുള്ള യാത്ര തുടങ്ങും. രാവിലെ പ്രമാടത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. ആ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ വാർത്തയാണ് അത്. തൽക്കാലം അതിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു
പമ്പയിൽ എത്തി കെട്ടുനിറയ്ക്കുന്ന പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടുനിറയ്ക്കുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് പോകാം. അതിലേക്ക് വരാം. കത്തോലിക്ക സഭ ശക്തമായ മുന്നറിയിപ്പാണ് സർക്കാരിന് നൽകുന്നത്. അത് പ്രധാനമായും സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ നൽകുന്ന ഉറപ്പ് പാലിക്കുന്നില്ല എന്നുള്ളതാണ് കത്തോലിക്കർക്ക് നേരെയുള്ള അവഗണന, ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് നിന്നും തുടങ്ങിയ ജാഥ പാലായിൽ വന്നപ്പോഴാണ് ആർച്ച് ബിഷപ്പിന്റെ ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഈ ഹിജാബ് വിഷയത്തിലുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ സിറോ മലബാർ സഭയുടെ അധിപൻ? ഹിജാബ് വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇവിടെ പാലായിലെ വേദിയിൽ എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഈ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യാൻ കത്തോലിക്ക സഭ പറയാറില്ല, പക്ഷേ 50 ലക്ഷം കത്തോലിക്കരുടെ പിന്തുണ ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന മാർച്ചിനുണ്ട്. അവർക്ക് ആരാണ് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നത് അടക്കം തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട് എന്നുകൂടി അദ്ദേഹം തുറഞ്ഞു പറയുകയാണ്. പിടിച്ചു വാങ്ങാനുള്ള ശക്തിയില്ല എന്ന്, കത്തോലിക്കർക്ക് ശക്തിയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരികയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് കത്തോലിക്ക സഭ പാല ഈ ജാഥയിലടക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി എടുത്ത് പറയാനുള്ളത്. അതായത് ഇപ്പോൾ സർക്കാരോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ ജോസ് കെ മാണി വിഭാഗം ഉൾപ്പെടെ നടത്തിയ നീക്കത്തിനൊടുവിലാണ് വിദ്യാഭ്യാസ മന്ത്രി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിയത്. പക്ഷെ അത്തരം നീക്കങ്ങളെ ഒന്നും തൽക്കാലം കത്തോലിക്ക സഭ വിശ്വസിക്കുന്നില്ല എന്ന് വേണം ഈ പരസ്യ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്ത് കാണുകയും ചെയ്യേണ്ടത്. എന്തായാലും നിലവിൽ സഭ കടുത്ത നിലപാടിൽ തുടർന്നു. അത് പാലായിൽ നടന്ന വിവിധ സഭകളുടെ, ഓർത്തഡോക്സ് അടക്കമുള്ള മറ്റു സഭകളുടെ, ക്രൈസ്തവ സഭകളുടെ കൂടി യോഗത്തിന് ശേഷവും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്, ഫലത്തിൽ ഇടത് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് കത്തോലിക്ക സഭ ചെയ്തിരിക്കുന്നത്. മഞ്ജുഷ്. ശ്രീജിത്ത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സഭകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാറുള്ളതാണ് സർക്കാരിന് മേൽ. അപ്പോഴൊക്കെ പറയുന്ന കാര്യം ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, നേർരേഖയിലായിരിക്കുമെന്നാണ്. ഇവിടെയും റാഫേൽ തട്ടിൽ അത് തന്നെയാണല്ലോ പറയുന്നത്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ഉദ്ധരിച്ചുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടുമില്ല, നേർരേഖയിൽ എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ ആരാണോ ഞങ്ങളെ സഹായിക്കുന്നത് അവരെ തിരിച്ച് സഹായിക്കും. ആ ഒരു പതിവ് രീതി കൂടി ഇതിലുണ്ടല്ലോ.